ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈദിൻ്റെ ദിവസമാണ് വരാൻ പോകുന്നത്. അപ്പം ഈദ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈദിൻ്റെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാളിൽ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പോലെയുള്ള നല്ലൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായി കാണുന്നത് ഞാൻ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഇതുപോലെ വരച്ചിട്ട് കാർഡ്ബോർഡ് ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ റൗണ്ടിലാണ് ഞാൻ ബേസും കൂടെ എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡിന് നല്ല ക്ഷാമമാണ്, അതുകൊണ്ടാണ് ആ കാലിഗ്രാഫി പോലെ ചെയ്തത്. കുറച്ച് മോശമായിട്ടുള്ള കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്, എന്നാലും കുഴപ്പമില്ല, നമുക്കിത് സ്റ്റിക്ക് ചെയ്യാനല്ലേ. അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ അള്ളാന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഇത് എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈദ് ക്രാഫ്റ്റ് മാത്രമായിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതാം. അപ്പം ഞാൻ അതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് അല്ലാ എന്നുള്ളത് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ അതിവിടെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് തെർമോക്കോൾ ബോൾസാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മളൊരു തസ്ബിഹ പോലെയാണ് ചെയ്യുന്നത്, ഒരു മാല പോലെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വർക്കും കൂടി ചെയ്യാം. കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഉള്ള പീസ് വെച്ചിട്ട് നമുക്ക് ഒപ്പിച്ചൊപ്പിച്ച് ചെയ്തെടുക്കാം. ഞാനിവരോട് മോസ്ക് പോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ഡീറ്റെയിലിംഗ് കൂടെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനോട് ബ്ലാക്ക് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബേസ് ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ എന്ത് വെച്ച് കവർ ചെയ്യണമെന്നില്ല, എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ടിഷ്യൂ വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിലേ ചെയ്യേണ്ടതാണ്, പക്ഷേ ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്. കുഴപ്പമില്ല, നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചിലയിടത്ത് ഗ്യാപ്പ് ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ വർക്ക് വരാൻ പോകുന്നത്. നമുക്കിതിനൊരു മെറ്റാലിക് ടച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് എടുക്കാം, അല്ലെങ്കിൽ സിൽവർ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോപ്പറാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ കോപ്പർ വെച്ചിട്ട് ഞാൻ വിരൽ വെച്ചിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് നമ്മൾ കാർഡ്ബോർഡിൽ ചെയ്യുമ്പോൾ എടുക്കുക. ആ തെർമോക്കോൾ ബോൾസിൽ ജസ്റ്റ് വിരൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ടെക്സ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അധികം കോപ്പർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അത് ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് മാത്രം ഒന്ന് കുറച്ച് അധികം പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പണി ഇനി ഫ്രെയിം വെച്ച് കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഫ്രെയിം ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടെ ഒരു കാർഡ്ബോർഡ് പീസ് ഡിസൈനിൽ കട്ട് ചെയ്തിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാർഡ്ബോർഡിൻ്റെ ക്ഷാമം രൂക്ഷമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കയറ് വെച്ചിട്ട് ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, കയറ് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഫ്രെയിം ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹുക്ക് പോലെ 2 പ്രാവശ്യം ഈ കയറൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ഹാങ് ചെയ്തിടാനും എളുപ്പമാണ്, അതുപോലെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രെയിം ചെയ്ത കയറിന് ഒരു ഗോൾഡൻ യെല്ലോ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊക്കി എടുത്ത് കാണിക്കുന്നത് നമ്മുടെ ക്യാമറയിൽ ഇത് മുഴുവനായിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പിന്നെ അതിൻ്റെ ലാസ്റ്റ്, ആ തസ്ബീൻ്റെ ലാസ്റ്റ് ഒരു ടെസലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഉണ്ടായതാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസ് കാണാം. കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്